ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു നടൻ, വളരെ കഴിവുള്ള, ഒരുപാട് കാലത്തെ പ്രഗത്ഭമായിട്ടൊരു കഴിവ് തെളിയിച്ചേക്കുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് സിക്സ് പാക്ക് ഇല്ലാന്ന് വിചാരിക്കുക. സിക്സ് പാക്ക് ഇല്ലാത്ത ഒരു നടൻ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മേത്ത് കുറച്ച് സിക്സ് പാക്കിൻ്റെ ഒരു സ്റ്റിക്കർ മറ്റേ കൊട്ടിച്ച് വെച്ചുകൊണ്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നു. അത് നമ്മളെ കൺവിൻസ് ആക്കാനായിട്ട് നോക്കുന്നു. അത് നിങ്ങൾക്ക് കണ്ട് കൺവിൻസ് ആവാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് പോയി ഈ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ടോളൂ. കാരണം ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ശങ്കറിൻ്റെ പടമാണ്. ശങ്കറിൻ്റെ പടം എന്ന് പറയുന്ന സമയത്ത് റോബോ അല്ലെങ്കിൽ യന്ത്രൻ എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന സിനിമ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്, അതിലും വലിയൊരു പടം ഒരു തമിഴ് സിനിമയിൽ അതിലും വലിയൊരു പടം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. യന്ത്രൻ സിനിമയുടെ അവസാന ഭാഗത്ത് ആ സീക്വൻസ് പോലെ ഒരു പടം അതിനുശേഷം വന്നിട്ടില്ല. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കാരണം തമിഴ് ഇൻഡസ്ട്രി എന്നല്ല പറയുന്നത്, ഒറ്റ ഇൻഡസ്ട്രിയിലും അങ്ങനത്തെ ഒരു സീക്വൻസ് വന്നിട്ടില്ല. അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ 1ൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്ത്യൻ 2 വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ വലിയ രീതിക്കുള്ള സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ തുറന്നു പറയാലോ, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സിനിമയുടെ ടൈറ്റിൽ കാർഡ് എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ്. കമൽ ഹാസൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ടൈറ്റിൽ കാർഡ് തന്നെയാണ്. ഒരു 10-15 മുഖങ്ങൾ കൊടുത്തുകൊണ്ട്, ഫേസുകൾ കൊടുത്തുകൊണ്ടുള്ളൊരു സാധനമാണ്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രസമായിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന് പറയുന്ന ഒരു പേര് കൃത്യമായിട്ട് വളരെ ആപ്റ്റായിട്ടാണ് ഈ സിനിമയിൽ കൊടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. സീറോ ടോളറൻസ് ആണ്. നമ്മുടെ ഇമോഷനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് ഈ സിനിമയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ 1-നകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും, സിനിമയിലുള്ള കഥയാണെങ്കിലും സ്ക്രിപ്റ്റിംഗ് കൊണ്ടാണെങ്കിലും ക്യാരക്ടർ ആർക്ക് കൊണ്ടാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ ആണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ബ്രൈബറി, അവിടെ നടക്കുന്ന ജനങ്ങളുടെ ഇമോഷൻ ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 20-25 വർഷങ്ങൾക്ക് ശേഷം അതേ തന്നെ ഒരു പ്ലോട്ട് പിടിച്ചുകൊണ്ട് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം വെച്ചുകൊണ്ട് ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു സിനിമ ബേസിൽ ഒരു ഇമ്പാക്ട് തരാനായിട്ട് ഈ സിനിമയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ശങ്കർ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ അനിരുദ്ധിൻ്റെ ഒരു പോസ്റ്റ് എല്ലാ സിനിമകളും ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അനിരുദ്ധ് എല്ലാ പടം ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഒരു പോസ്റ്റ് ഇടാറുണ്ട്. ഈ സിനിമയുടെ റേറ്റിംഗ് വെച്ചുകൊണ്ട് 4 ട്രോഫി അല്ലെങ്കിൽ 5 ട്രോഫിയൊക്കെ വെച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇടാറുണ്ട്. ഇപ്പോൾ ലിയോ സിനിമ നോക്കുകയാണെങ്കിലും വിക്രം സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ തലേ ദിവസം ഫൈനൽ മിക്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ ഒരു റിവ്യൂ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടാറുണ്ട്. പക്ഷേ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് അദ്ദേഹം വിട്ടായിരുന്നത് വെറും ഒരു താങ്ക്സ് ഗിവിംഗ് പോസ്റ്റ് മാത്രമായിരുന്നു. ശങ്കറിനും AR റഹ്മാനും കൂടിയിട്ടുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് പോസ്റ്റ് മാത്രമായിരുന്നു അദ്ദേഹം ഇട്ടായിരുന്നത്. എനിക്ക് അപ്പോഴേ തോന്നി പടം പാളിയോ എന്നുള്ളൊരു കാര്യം ചെറിയൊരു ഡൗട്ട് ഉണ്ടായെങ്കിലും സിനിമ കാണുന്ന സമയത്താണ് സിനിമയിൽ ഒരുപാട് പോരായ്മകൾ, ഇമോഷൻ എന്ന് പറയുന്നത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ളൊരു, ഒട്ടും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ളൊരു സിനിമയാണെന്നുള്ളൊരു കാര്യം തോന്നി. ഒപ്പം തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് കമ്പോസിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അനിരുദ്ധിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാ സിനിമകളും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ജയിലർ പോലെയുള്ള സിനിമകളിൽ പോലും സിനിമയുടെ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ പോലും അനിരുദ്ധ് ഉണ്ടെന്നുണ്ടെങ്കിൽ പടം വേറെ ലെവലിലോട്ട് പോകുന്നുള്ളൊരു കാര്യം എല്ലാവരും പറയൂലേ. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനിരുദ്ധ് എത്രമാത്രം കഷ്ടപ്പെട്ട് കുറേയധികം പണിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എന്താ സംഭവം എന്നുള്ള കാര്യം പിടിക്കിട്ടില്ല. ഇനി പുള്ളിക്കാരൻ ഒരുപാട് പ്രൊജക്റ്റുകൾ അറ്റ് എ ടൈം കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം അറിയാലോ, ഇപ്പോഴത്തെ ഒരു ടൈം ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമകളുടെ ലിസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ കമ്പോസിഷൻസ് ചെയ്യുന്ന ഒരു കമ്പോസർ ആരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനിരുദ്ധ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്വാണ്ടിറ്റി കൂടുന്ന സമയത്ത് ക്വാളിറ്റി കുറയുന്നതുകൊണ്ടാണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷേ ഈ സിനിമയിൽ വന്നിരിക്കുന്ന BGMs അത്രയും ഇമ്പാക്റ്റ് ആയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ 1ൻ്റെ സോങ്സ് എന്ന് പറയുന്നത് AR റഹ്മാൻ്റെ ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആണ്. കുറച്ചും കൂടി ഒരു എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, മറ്റേ യേശുദാസായിട്ട് പാടിക്കുന്നൊരു പാട്ടുണ്ട് അതിനകത്ത്, അത് സാധനമുണ്ട്, ഒരു പാട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. പാട്ട് പാടാനായിട്ട് എനിക്കറിയില്ല, പക്ഷേ ആ പാട്ടൊക്കെ നല്ല രസമുള്ളൊരു പാട്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ 2 വരുന്ന സമയത്ത് കുറച്ചും കൂടി അടിച്ചുപൊളി പാട്ടാണ്. അതായത് കുറച്ചും കൂടി ഇങ്ങനെ തെറിപ്പിക്കുന്ന പവർ പാട്ടാണ്. ലൈക്ക് ആസ് റോക്ക് സ്റ്റാർ അനിരുദ്ധിൻ്റെ ഒരു സാധനം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ പാട്ട് നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ സിനിമയ്ക്ക് അത്രമാത്രം ആപ്റ്റാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ അവസാന ഭാഗത്തൊരു ട്രെയിലർ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് എന്നുള്ളത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. തേർഡ് പാർട്ട് കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഫീലിംഗ് തരുന്ന, ഒരു ഗൂസ് ബംസ് തരുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. ആകെ മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയും ഏതൊക്കെ സിനിമയിൽ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കമൽ ഹാസൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ്. കാരണം
ഇപ്പോൾ വിക്രം എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടേക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയായിരിക്കും ഈ ഒരു റിവ്യൂ ഡെലിവർ ചെയ്യുക. കാരണം ഏറ്റവും ജെന്യുവിനായിട്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണണം. കാരണം അത്രയും ഗംഭീര പടമായതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവരും പോയി കാണണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഞാൻ ആ സിനിമയുടെ റിവ്യൂ ചെയ്തായിരുന്നത്. ആ സിനിമയുടെ റിവ്യൂ കാണാത്തവർക്ക് ഞാൻ അന്നും ഇന്നും പറയുന്നു, അത്രയും ഞാൻ 100% ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റിവ്യൂ ഞാൻ ചെയ്തായിരുന്നത്. പക്ഷേ അതേപോലെ ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് പോയി കണ്ടേക്കുന്ന ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൽ ഹാസൻ ആയാലും ശരി, മറ്റെല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ശരി, സിനിമ മൊത്തത്തിൽ എടുത്തു വെച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിലും ശരി, ഒരു ഗൂസ് ബംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന സമയത്ത് നമ്മളൊന്ന് തരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സാധനം പറയാൻ മാത്രമുള്ള ഒരു സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളൊരു കാര്യത്തിന് എനിക്ക് തോന്നിയത്. കാരണം വീക്ക് സ്റ്റോറിയാണ്, വീക്ക് പ്ലോട്ടാണ്, അതുപോലെ തന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ടെക്നിക്കൽ സൈഡാണെങ്കിലും വളരെ വീക്കാണ്. മേക്കപ്പ് എടുത്തു പറയേണ്ട കാര്യമാണ്. മേക്കപ്പ് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ വണ്ണിൻ്റെ ആ ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 25 വർഷം മുമ്പ് ചെയ്തേക്കുന്ന അന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് അത്രയും നന്നായിട്ട് അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ കാലഘട്ടത്തിൻ്റെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് കുറേ പോരായ്മകൾ അതിനകത്ത് ഉണ്ടാവാം. പക്ഷേ സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻറ്റൻസിറ്റി ഇതൊക്കെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചായിരുന്നു. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും മേക്കപ്പിനകത്ത് വളരെയധികം പിന്നോട്ടേക്കാണ് പോയിക്കണത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. നാടകത്തിനകത്ത് വയ്ക്കുന്ന പോലത്തെ വിഗും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഹാരി പോട്ടർ സിനിമയിൽ മറ്റേ ഒരു ക്യാരക്ടറുണ്ട്, അതിൻ്റെ ഒരു മുടി പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു 6 പാക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കുന്ന സംഭവം അതൊക്കെ ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്യാമറ വർക്ക് അത്യാവശ്യം നീറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഒട്ടും പോരാ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. കമ്പയർ വിത്ത് ഒരു ലെജൻഡറി ആയിട്ടുള്ള അനിരുദ്ധ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ലെജൻഡ് തന്നെയാണ്. അതേ ഒരു ഗംഭീരമായിട്ടുള്ള കമ്പോസർ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജയിലറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടിയേക്കുന്ന ഒരു ഇമ്പാക്റ്റിൻ്റെ 10% പോലും ഈ സിനിമയിൽ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സോ എനിവേസ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കമൽ ഹാസൻ്റെ ഒരു പടം നമ്മൾ സാധാരണ പോയി കാണുന്ന സമയത്ത് ഇപ്പോൾ കൽക്കിയിൽ വന്നേക്കുന്ന കമൽ ഹാസൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് വില്ലനസം ആണെങ്കിൽ പോലും അത് അടിപൊളിയാന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ വിക്രത്തിനകത്തും അതേ അടിപൊളിയാന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമൽ ഹാസൻ ആണെന്നുണ്ടെങ്കിലും അത്രയങ്ങ് പോരായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആ ഒരു തിരിച്ചുവരവ്, ആ ഒരു ക്യാരക്ടറിനെ തിരിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും ആ ഒരു പഴയ ഇന്ത്യനെ അല്ല നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു പഴയ ഇന്ത്യൻ്റെ ആ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പഴയ ഇന്ത്യനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ച് പോയിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. സിനിമയ്ക്ക് ഒരു 3-ാം ഭാഗമുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, 3-ാം ഭാഗം ഉണ്ട്. ഞാൻ പറയുന്നതിൻ്റെ കാരണം ഈ സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് ഇതിനൊരു ട്രെയിലർ കൂടിയുണ്ട്. അതുകൂടി കണ്ടതിന് ശേഷം മാത്രം സിനിമ നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം ചില ആൾക്കാർ നേരത്തെ ഇറങ്ങി പോരും. കാരണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഈ പടത്തിനകത്ത് സംഭവിക്കുന്നത്. കാരണം പടം കഴിയുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം. കാരണം ഏകദേശം 3 മണിക്കൂറോളം ഈ സിനിമ, കുറച്ച് ലാഗും കൂടി വന്നു കഴിഞ്ഞ് 3 മണിക്കൂർ സഹിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എൻ്റെ ട്രെയിലർ കാണാനായിട്ട് ചിലപ്പോൾ നിന്നൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രെയിലർ കണ്ടിട്ട് തന്നെ സിനിമ തീർക്കാനായിട്ട് ശ്രമിക്കുക. എന്തിനാണെങ്കിലും ശങ്കറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു മാസ്മരിക പടമാണെന്ന് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു മാസ്മരിക സംഭവമൊന്നും ആയിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടേക്കാട്ടോ, അത് വേറെ കാര്യം. കാരണം നിങ്ങളൊരു പക്ഷേ ഇന്ത്യൻ്റെ ഫാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമ ഇങ്ങനെ ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ച് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. എന്തിനാണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡാൻസ് ബാസ് സൈനിങ് ഔട്ട്. ബൈ.